പ്രിയരെ നമസ്കാരം. അദ്വൈത ദർശനാചാര്യനായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ജീവിതം കൊണ്ട് പവിത്രമായ പൂർണ്ണാനദിക്കരയിലെ കാലടിക്കടുത്ത് പെരുമ്പാവൂർ എത്തുന്നതിന് മുൻപ് ചേലാമറ്റം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരു വൈഷ്ണവ ക്ഷേത്രമുണ്ട്. ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആയിരത്താണ്ടുകളുടെ ചരിത്രം പേറുന്ന ഈ മഹാക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശാന്തവും സമുദ്രവുമായി ഒഴുകുന്ന പുണ്യപ്രവാഹിനിയായ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ പൂർണ്ണാനദി അഥവാ പെരിയാറിൻ്റെ കരയിലാണ് ഈ ആകർഷകമായ ഈശ്വര സന്നിധാനം. വൈഷ്ണവാംശത്തിൽ ഉൾപ്പെട്ട വടുരൂപിയായ വാമനമൂർത്തിയും ഭക്താഭീഷ്ടപ്രദായകനായ ശ്രീ നരസിംഹസ്വാമിയും കുടികൊള്ളുന്ന ഈ സന്നിധിയിൽ ഭഗവാന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണസ്വാമിയും വാണരുളുന്നു. ക്ഷേത്രത്തിനകം ആധ്യാത്മിക അനുഭവത്താൽ നിർഭരമാണ്. മതിൽക്കെട്ടിനകത്ത് ഇരു നടകൾക്ക് മുൻപിലും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന സ്വർണവർണ്ണമാർന്ന ധ്വജസ്തംഭങ്ങൾ, ഉയരം കൂടിയ ദീപസ്തംഭങ്ങൾ, ക്ഷേത്ര ചുമരുകളിൽ അവതാര ചിത്രങ്ങൾ. ബലിക്കൽ പുരയില്ലെങ്കിലും വലിയ ബലിക്കല്ലുകൾ ക്ഷേത്രനടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിനൊന്ന് പ്രദക്ഷിണം വച്ചാൽ മനോഹരമായ നിരവധി തൂണുകളിൽ മതിൽക്കകം മുഴുവനും മഴയും വെയിലും ഏൽക്കാതെ മേഞ്ഞിരിക്കുന്നു. താഴെ കരിങ്കൽ പാകിയിരിക്കുന്നു. ഗണപതി, അയ്യപ്പൻ, നാഗദേവതകൾ എന്നിവരുടെ പ്രതിഷ്ഠകളും ഉണ്ടിവിടെ. ക്ഷേത്രത്തിന് തെക്കുഭാഗത്തു കൂടിയാണ് പെരിയാറിൻ്റെ പ്രവാഹം. പിതൃമോക്ഷത്തിനായി നിരവധി ഭക്തരാണ് നിത്യവും ഇവിടെ എത്തിച്ചേരുന്നത്. തിരുനാവായ, തിരുവല്ല, തിരുനെല്ലി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ ചേലാമറ്റത്തെ പിതൃബലിയും പ്രശസ്തമാണ്. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചാൽ ചതുരാകൃതിയിലുള്ള ഭംഗിയുള്ള രണ്ട് ശ്രീകോവിലുകൾ കാണാം. ഇടതുഭാഗത്തെ ശ്രീകോവിലാണ് ശ്രീകൃഷ്ണസ്വാമി വാണരുളുന്നത്. ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹം പൂർണ്ണാനദിയുടെ ഒഴുക്കിൽ കണ്ടുകിട്ടിയതാണ് എന്നാണ് ഐതിഹ്യം. കംസവധാനന്തരം അമ്മയ്ക്കും അച്ഛനും ആശ്വാസമരുളി സംഘർഷങ്ങളെല്ലാം ഒഴിഞ്ഞ് ധ്യാനസ്ഥിതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠ. ശ്രീ നരസിംഹസ്വാമിയുടേതും ശാന്തസ്വരൂപമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 250 മീറ്റർ അകലെയാണ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. ചേലാമറ്റം ക്ഷേത്രത്തിൽ ചില സവിശേഷതകളുണ്ട്. ഇവിടെ ബ്രഹ്മകലശത്തിന് നെയ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഉദയാസ്തമന പൂജ പാടില്ലാത്ത ക്ഷേത്രവുമാണിത്. ക്ഷേത്രത്തിലെ 2 നമസ്കാര മണ്ഡപങ്ങൾ, ദ്വാരപാലക ശില്പങ്ങൾ, ക്ഷേത്രച്ചുവരിലെ ചിത്രങ്ങൾ എന്നിവയെല്ലാം ആകർഷകങ്ങളാണ്. നമസ്കാരം, തൃക്കൈവണ്ണ, പാൽപ്പായസം, പിതൃക്കൾക്കുള്ള വഴിപാടുകൾ എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ദക്ഷിണകാശി എന്നൊരു വിശേഷണം കൂടി ചേലാമറ്റം ക്ഷേത്രത്തിനുണ്ട്. രാവിലെ 4:30 നട തുറക്കും.
10:30 നട അടയ്ക്കുക. വൈകിട്ട് 5:15 മുതൽ 8 വരെ നട തുറന്നിരിക്കും. കുംഭമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടിയ ഉത്സവമാണിവിടെ ഗംഭീരമായി കൊണ്ടാടപ്പെടുന്നത്. പരിസര വൃത്തിയിലും പെരുമാറ്റ മര്യാദകളിലും ഈ ക്ഷേത്രം മുൻപന്തിയിൽ നിൽക്കുന്നു. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വേണ്ടതുപോലെ ഒരുക്കിയിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആശ്രിത വത്സലരായ മൂർത്തികളുടെ വരപ്രസാദം ആവോളം അനുഭവിച്ചറിയാൻ ചേലാമറ്റത്തേക്കൊരു തീർത്ഥാടനം കൊണ്ടാകും. നിരവധി ക്ലേശങ്ങളിൽ, നിരവധി സംഘർഷങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവന് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ മനസ്സ് തീർച്ചയായും ഈ ഭഗവത് സന്നിധി പ്രദാനം ചെയ്യും. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും കാലടിയിൽ നിന്നും ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ഭഗവത് അനുഗ്രഹത്തിനായി പ്രാർത്ഥനയോടെ.